ആദ്യമായിട്ടാണ് ലൂഫി, സോറോ, സാഞ്ചി മൂന്ന് പേരെയും ഒരുമിച്ച് കോൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. കാരണം സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സിന്റെ മൂന്ന് പ്രധാന പില്ലേഴ്സായ ഇവർ തങ്ങളുടെ ഗെയിമിൽ ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ് എന്നാണ് സ്കോപ്പർ ഗബാന്റെ അഭിപ്രായം. ഗബാന്റെ കണ്ണിൽ ഇവർ ഈ പൈറേറ്റ് ലൈഫ് എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കുന്നില്ല. ആദ്യം സോറോ ഹാക്കി കെയർലെസ് ആയി ഉപയോഗിക്കുന്നതിനാണ് ഗബാൻ അവനെ വിളിച്ച് പറയുന്നത്. ഗബാൻ പറയുന്നത് വാനോയിൽ എൻമ സ്വന്തമാക്കിയത് മുതൽ സോറോയുടെ കോൺഗ്രസ് ഹാക്കി കോൺസ്റ്റന്റ്ലി ലീക്ക് ചെയ്യുകയാണ് എന്നാണ്. അതായത് സോറോയ്ക്ക് തന്റെ സ്ക്വാഡിലും സ്വന്തം കോൺഗ്രസ് ഹാക്കിയിലും ഇപ്പോഴും പൂർണ്ണമായ കൺട്രോൾ ഇല്ല. പക്ഷേ കുറഞ്ഞത് സോറോയ്ക്ക് കോൺഗ്രസ് ഹാക്കിയെങ്കിലും ഉണ്ട്. സാഞ്ചിയുടെ കാര്യത്തിൽ ഗബാൻ അതിലും സീരിയസ് ആണ്. സാഞ്ചി സ്വയം ഒരു കിങ് ആയി ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നാണ് ഗബാന്റെ ക്രിറ്റിസിസം. ഗബാൻ സാഞ്ചിയോട് പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആണ്. ലൂഫി പൈലറ്റ് കിങ് ആകണമെങ്കിൽ ലൂഫിന്റെ ചിറകായ സാഞ്ചിയും സ്വന്തമായി ഒരു കിങ് ആകണം. പക്ഷേ ലൂഫിയുടെ കാര്യത്തിൽ എത്തിയപ്പോൾ ഗബാൻ ശരിക്കും ക്രാഷ് ഔട്ട് ചെയ്യുന്നു. കാരണം ഗബാൻ ലൂഫിയെ റോജറിനോട് കമ്പയർ ചെയ്യുകയാണ്. ലൂഫി പൈറേറ്റ് കിങ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖമായി കംഫർട്ടബിൾ ആയി എല്ലാം എൻജോയ് ചെയ്ത് ആ ജേർണി പൂർത്തിയാക്കാമെന്ന് കരുതരുതെന്നാണ് ഗബാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണെങ്കിൽ ഈസ്റ്റ് ബ്ലൂയിലേക്ക് തന്നെ തിരികെ പോകുന്നതാണ് നല്ലത്. കാരണം പൈറേറ്റ് കിങ് ആകുന്നത് ഒരു ടൈറ്റിൽ നേടുന്നതല്ല, അതിന് ആ ടൈറ്റിലിന് തക്കതായ ഒരു കിങ് ആയി മാറണം. തിങ്ക് അബൌട്ട് ദാറ്റ്.